ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചിക്കനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് വരഞ്ഞ് വെക്കുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈയിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാലപ്പൊടി ചേർക്കണം എന്ന് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 5 ചെറിയ ഉള്ളിയും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളിതൊക്കെ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയുള്ളിയൊക്കെ പകുതിയായിട്ട് മുറിച്ചിടാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ 3 ടീസ്പൂൺ അരിപ്പൊടിയുമാണ്. 3 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ആണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് വളരെ ഫൈൻ പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മസാലയാണ് കിട്ടുന്നത്. ഇനി ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇനി മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ നമ്മൾ ആദ്യം ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി, അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മസാലയൊക്കെ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിൽ വരഞ്ഞു കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് മാഗ്നേറ്റ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു നാടൻ ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മുടെ ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് വേണം ചിക്കൻ ഫ്രൈ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ അതിനുശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി തിരിച്ചിട്ടതിന് ശേഷം നമുക്കിനി ഇത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിക്കാം. അപ്പോൾ അകത്ത് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക, പിന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ, പിന്നെ ലാസ്റ്റ് 1 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.